ഇന്ധനവില ആകാശം തൊടുന്ന കാലത്ത് ആളുകൾ ലാഭകരമായ വൈദ്യുതി വാഹനങ്ങളിലേക്ക് മാറി തുടങ്ങി. ആ സമയത്താണ് കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഒരു സംഘം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു ആശയം ഉദിക്കുന്നത്. സൗരോർജം ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുക. ആദ്യം അവർ ഒരു മുച്ചക്ര വാഹനം നിർമ്മിച്ചു. അടുത്ത തവണ അവർ ഏറ്റെടുത്ത ദൗത്യം അല്പം കൂടി ദുഷ്കരമായിരുന്നു. ഇന്ന് ക്യാമ്പസിലെത്തുന്ന മുഴുവൻ വൈദ്യുതി വാഹനങ്ങളും റീചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈദ്യുതി ജീപ്പിന്റെ പണിപ്പുരയിലാണ് ഈ മിടുക്കന്മാർ. ഇലക്ട്രിക്കലിൻ്റെ ഒരു വെഹിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫസ്റ്റ് ആയിട്ട് നോക്കിയത് സോളാറിൻ്റെ ഒരു പാനൽ ബോർഡും കാര്യം അങ്ങനെ ഒന്ന് ചിന്തിച്ച്. പക്ഷേ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മൾ ഒരു ഒരു 4 വീലർ EV തന്നെ ക്രിയേറ്റ് ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ അതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫൈനൽ ഇയർ പ്രൊജക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്തതാണ്. അധ്യാപകരും ഇവരുടെ ആശയങ്ങൾക്ക് നല്ല പിന്തുണ നൽകി. ഇതിൽ 2 വെഹിക്കിളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. അത് ചാർജിങ് ചെയ്യുന്നത് ഇതേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. കൂടാതെ നമ്മളെ സ്റ്റാഫ് അംഗങ്ങളുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളും ഇവിടെ തന്നെ ചാർജ് ചെയ്യുന്നതാണ്. വാഹനങ്ങളിൽ മാത്രമല്ല, പോളിയിലെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മുഴുവനായും പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയിലൂടെയാണ്. ഇനി സാധാരണക്കാർക്കും ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ എഞ്ചിനീയർമാർ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.